അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ശക്തിയും രക്ഷയും ആശ്രയവുമായ കർത്താവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശക്തിയും രക്ഷയും ആശ്രയവുമായ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ശക്തനായ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ സഹായവും രക്ഷയുടെ കൊമ്പും മഹത്വമുള്ള അഭയകേന്ദ്രവും അങ്ങാകുന്നു. കർത്താവിനെ ഞാൻ വിളിക്കും. ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷ നേടും. മരണത്തിന്റെ കുരുക്കുകൾ എന്നെ വലയം ചെയ്തു. തിന്മയുടെ കുത്തൊഴുക്കിൽ ഞാൻ ഭയപ്പെട്ടു. ശിയോലിന്റെ പാശങ്ങൾ എന്നെ ചുറ്റിവരിഞ്ഞു. മരണക്കെണികൾ എന്റെ മുൻപിൽ നിരന്നു. ഞെരുക്കുകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചു. ദൈവത്തോട് ഞാൻ കേണപേക്ഷിച്ചു. തന്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എന്റെ സ്വരം ശ്രവിച്ചു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പിളർന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കോപമാളിക്കത്തി. ക്രോധത്തിന്റെ ധൂപപടലമുയർന്നു. അവിടുത്തെ മുഖത്തു നിന്ന് അഗ്നി ജ്വലിച്ചു. അതിൽ കനലുകൾ എരിഞ്ഞു. ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കാർമേഘത്തിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. ക്രോവേന്മാരുടെ മേലിരുന്ന് അവിടുന്ന് സഞ്ചരിച്ചു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പറന്നു. അന്ധകാരത്തെ തന്റെ ആവരണമാക്കി. ജലമയമായ മേഘങ്ങളെ തന്റെ കൂടാരവുമാക്കി. അവിടുത്തെ കൂടാരത്തിന്റെ ശോഭയിൽ നിന്ന് കന്മഴയും ഇടിമിന്നലും ഉണ്ടായി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ ശബ്ദമുയർത്തി. ആലിപ്പഴവും തീക്കനലുമുണ്ടായി. അസ്ത്രമയച്ച് ദുഷ്ടരെ ചിതറിച്ചു. ഇടിമിന്നൽ കൊണ്ട് അവരെ ഭയപ്പെടുത്തി. കർത്താവേ, അങ്ങയുടെ ശാസനയാലും കോപനിശ്വാസത്താലും
ആഴിയുടെ ഉറവിടങ്ങളും ഭൂമിയുടെ അടിത്തറയും ദൃശ്യമായി. ഉന്നതത്തിൽ നിന്ന് കരം നീട്ടി എന്നെ ഉദ്ധരിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കരുത്തരായ ശത്രുക്കളിൽ നിന്നും ശക്തരായ വൈരികളിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിച്ചു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് രക്ഷകനായി. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിച്ചു. അവിടുന്ന് എന്നെ ആശ്വാസത്തിലേക്ക് ആനയിച്ചു. എന്റെ നീതിക്ക് അനുസൃതം കർത്താവ് പ്രതിഫലം നൽകി. കരങ്ങളുടെ പരിശുദ്ധിക്കനുസരിച്ച് എന്നെ പൂർണ്ണനാക്കി. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ മാർഗം ഞാൻ കാത്തു. എന്റെ ദൈവത്തോട് ഞാൻ മറുതലിച്ചില്ല. അവിടുത്തെ വിധികൾ എന്റെ കൺമുൻപിലുണ്ട്. കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. തിരുസന്നിധിയിൽ ഞാൻ നിർദോഷിയാണ്. പാപങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എന്റെ നീതിക്കും കരങ്ങളുടെ പവിത്രതയ്ക്കുമൊത്ത് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. പരിശുദ്ധന് അങ്ങ് പരിശുദ്ധനാണ്, നിഷ്കളങ്കന് നിഷ്കളങ്കനും. ഉത്തമന് അങ്ങ് ഉത്തമനാണ്, വക്രബുദ്ധിയോട് സൂക്ഷ്മബുദ്ധിയുള്ളവനും. അഗതികളെ അങ്ങ് രക്ഷിക്കുന്നു, ഗർവിഷ്ഠരെ അങ്ങ് താഴ്ത്തുന്നു. എന്റെ വിളക്ക് അങ്ങ് തെളിക്കുന്നു, എന്നിലെ അന്ധകാരം അകറ്റുന്നു. എന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സൈന്യനിരകളെ ഞാൻ നേരിടും. അവരുടെ കോട്ട ഞാൻ മറികടക്കും. ദൈവത്തിന്റെ മാർഗം കറയറ്റതാണ്, കർത്താവിന്റെ വചനം സ്വീകാര്യമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് സഹായിക്കുന്നു. കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെ പോലെ ശക്തനായ മറ്റാരുമില്ല. ദൈവം എന്നെ ശക്തി ധരിപ്പിക്കുന്നു, എന്റെ മാർഗം ഊനമറ്റതാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് കലമാന്റേതുപോലെ വേഗം നൽകി. ഉന്നതത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തി. എന്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ അഭ്യസിപ്പിച്ചു. പിത്തളവില്ലു പോലെ അവ ഉറപ്പുള്ളതാക്കി. രക്ഷയുടെ പരിച എനിക്ക് നൽകി. അങ്ങയുടെ വലങ്കൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ ശിക്ഷണം എന്നെ വലിയവനാക്കുന്നു. എന്റെ പാദം ഇടരാതിരിക്കാൻ എന്റെ പാദ അങ്ങ് വിശാലമാക്കി. ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടികൂടും. അവരെ ഇല്ലാതാക്കുവോളം ഞാൻ പിന്മാറുകയില്ല. അവരെ ഞാൻ പ്രഹരിക്കും, എഴുന്നേൽക്കാൻ അവർക്കാകുകയില്ല. അവർ എന്റെ കാൽ കീഴിൽ വീഴും. യുദ്ധം ചെയ്യാൻ ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറക്കും. എന്നോട് എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തും. വിരോധികളെ എന്റെ മുൻപാകെ നശിപ്പിക്കും. ശത്രുഗണത്തെ ഞാൻ നിശബ്ദമാക്കും. സഹായത്തിനായി അവർ നിലവിളിക്കും. അവിടുന്ന് അവരുടെ രക്ഷകനാവുകയില്ല. കർത്താവിനോടവർ കേണപേക്ഷിക്കും, അവിടുന്ന് അവർക്ക് മറുപടി നൽകുകയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ അവരെ ഞാൻ പൊടിക്കും. തെരുവിലെ ചെളി പോലെ അവരെ ഞാൻ ചവിട്ടും. ജനത്തിന്റെ വിധിയിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കും. ജനതകളുടെ തലവനായി വാഴിക്കും. ഞാൻ അറിയാത്തവർ എന്നെ ശുശ്രൂഷിക്കും. അവർ ശ്രദ്ധാപൂർവം എന്റെ ആജ്ഞ പാലിക്കും. അന്യജനത എനിക്ക് കീഴ്പ്പെടുന്നു. വഴികളിൽ അവർ തടയപ്പെടുന്നു. അവിടെ നിന്ന് അവർ പിന്മാറുന്നു. കർത്താവ് എന്നേക്കും ജീവിക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ ദൈവവും രക്ഷകനുമായവൻ മഹത്വപ്പെട്ടവനാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ജനതകളെ എനിക്ക് കീഴ്പ്പെടുത്തി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ അവിടുന്ന് എന്നെ ഉയർത്തി. അധർമ്മികളിൽ നിന്ന് എന്നെ മോചിച്ചു. കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേ സ്തുതിക്കും. തിരുനാമം ഞാൻ പാടിപ്പുകഴ്ത്തും. രാജാവിന് അങ്ങ് വിജയം നൽകി. അഭിഷിക്തനായ ദാവീദിലും സന്തതികളിലും എന്നേക്കും കൃപ വർഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചു, ബലിപീഠത്തിൽ കാൺമോ നാം കല്ലറ തന്നോടെ സാദൃശ്യം. പാവനമാകും സ്ലീവായിൽ ബലിയായി തീർന്നോരീശോധൻ, ജീവനെഴുന്നൊരു തിരുഗാത്രം അപ്പത്തിൽ നാം ദർശിപ്പൂ. ദൈവമായ കർത്താവിന്റെ ഭവനത്തിൽ നിൽക്കുന്നവർ ഉത്ഥാനത്തിൻ സന്ദേശം മർത്യകുലത്തിനു നൽകിയിടും. പാവനമാം ബലിവേദികയിൽ സേവനമൻപൊടു ചെയ്തിടും. വൈദികരെല്ലാം കർത്താവിൻ പ്രതിരൂപം പോൽ നിലകൊള്ളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളാം ഞങ്ങൾ തൻ ശ്രേഷ്ഠ പുരോഹിതനീശോയെ, ന്യായവിധിക്കായി ഭീതിയെഴും ത്രോണോസിവിടെയൊരുക്കുമ്പോൾ പാപപ്പൊറുതിയുമാശിസും ശുദ്ധിയുമലിവോടേകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ്.
നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിച്ഛേദനമല്ലാതായി തീരുന്നു. അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിച്ഛേദിതനെ പരിച്ഛേദിതനായി കണക്കാക്കിക്കൂടെ? ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായ യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ